ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലും അസമിലും ഉയർന്ന പോളിംഗ് ശതമാനം. അതേസമയം മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 93 മണ്ഡലങ്ങളിലുമായിട്ടാണ് വിധിയെഴുത്ത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ്, ഒപ്പം തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങളൊപ്പം തന്നെ എങ്ങനെയാണ് പൊതുവിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. 6 മണിയോടുകൂടി സമയം അവസാനിച്ചു. 6 മണിക്ക് ശേഷം പോളിംഗ് ബൂത്തിലെത്തി 6 മണിക്ക് മുൻപായി പോളിംഗ് ബൂത്തിലെത്തിയ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും എന്നുള്ളതാണ് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. 1ഉം 2ഉം ഘട്ടങ്ങളിലും ഇതിന് സമാനമായി തന്നെ വോട്ടെടുപ്പിന്റെ സമയം അവസാനിക്കുമ്പോഴും പോളിംഗ് ബൂത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. അത് ഈ മൂന്നാം ഘട്ടത്തിൽ അത്തരത്തിൽ യാതൊരു തരത്തിലും ആർക്കും വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വരില്ല. 6 മണിക്ക് മുൻപ് എത്തിയ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം, അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ മേഖലയിലാണെങ്കിലും പശ്ചിമ ബംഗാളിലാണെങ്കിലും പശ്ചിമ ബംഗാളിൽ മാൾഡ മേഖലയിലെ ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് എന്നാണ് എടുത്തു പറയേണ്ടത്. അസമിലെ 4 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു. ഇതോടുകൂടി അസമിലെ 14 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തോടുകൂടി പൂർത്തിയായിരിക്കുകയാണ്. ഒപ്പം ഛത്തീസ്ഗഡിലെ 5 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു. ഛത്തീസ്ഗഡിലെയും മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഇതിനോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ ഈ മൂന്നാം ഘട്ടത്തിൽ ഇന്നാണ് ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർണാടകയിലെ 28 മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് പൂർത്തിയായി. ഒപ്പം ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളും ഈ മൂന്നാം ഘട്ടത്തിലാണ് ഇന്നാണ് ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകമായിട്ടുള്ള ഗുജറാത്തിൽ കഴിഞ്ഞ 2 തവണയും 26-ൽ 26 സീറ്റുകളും BJP നേടിയെടുത്തിരുന്നു. ഇന്ന് ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും വോട്ട് രേഖപ്പെടുത്തി. എല്ലാ ജനങ്ങളും വോട്ടവകാശം വിനിയോഗിക്കണം, ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ എല്ലാവരും അവകാശം വിനിയോഗിക്കണമെന്ന ആഹ്വാനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വ്യക്തമാക്കിയത്. ഒപ്പം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്നാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മധ്യപ്രദേശിൽ ഗുണ മണ്ഡലത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഗുണ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വോട്ട് ചെയ്തു. ഒപ്പം കർണാടകയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രമുഖരാണ് ഇന്ന് ഈ മൂന്നാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 93 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിലെ 10 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 93 മണ്ഡലങ്ങളാണ് ഈ മൂന്നാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലക്ഷ്മി, മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇപ്പോഴും 6 മണിക്കും വോട്ടെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവസാനമായി ജനവിധി രേഖപ്പെടുത്താൻ എത്തിയ ആളും വോട്ട് ചെയ്തതിന് ശേഷമാണ് വോട്ടെടുപ്പ് പൂർത്തിയാകും. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.